ഞാൻ സുബൈർ. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തൊട്ടപ്പുറ വ്യൂ പോയിന്റിൽ പോകുന്നതിന് തൊട്ട് മുൻപായി ഒരു ചായയെല്ലാം കുടിച്ച് ക്ഷീണമായിട്ട് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ക്യാരറ്റ് ചെടിയോടുകൂടി അവിടെ സെയിൽസിനായി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്ലാസ്കിൽ നിറച്ച് വെച്ച ചായയായിരുന്നു കിട്ടിയത്. അതിനാൽ ചായയ്ക്ക് അത്ര ചൂടില്ലായിരുന്നു. എന്നിരുന്നാലും ചായയ്ക്ക് സ്വാദിനൊട്ട് കുറവുമില്ല. ഊട്ടി യാത്രക്കിടയിൽ ഇതുപോലെ പല ഭാഗങ്ങളിലും നല്ല വൃത്തിയായ ഭംഗിയുള്ള ക്യാരറ്റുകൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാം. ചായ കുടിയെല്ലാം കഴിഞ്ഞ് യാത്ര തുടങ്ങി. തൊട്ടപ്പുറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെ വാഹന പാർക്കിംഗ് ഫീസ് നൽകേണ്ടതുണ്ട്. വലിയ വാഹനങ്ങൾക്ക് 40 രൂപയും കാറുകൾക്ക് 20 രൂപയും ബൈക്കിന് 10 രൂപയുമാണ് ഫീസായി അവർ ഈടാക്കുന്നത്. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡ് രണ്ടായി വിഭജിച്ചിരിക്കുന്നത് കാണാം. തൊട്ടാപ്പട്ട റോഡ് എന്നൊരു സൈൻ ബോർഡും ഈ സൈൻ ബോർഡ് 2 റോഡും പോയി ചേരുന്നത് ഒരേ ദിശയിലേക്കാണ് എന്നുള്ളത് കാണിക്കുന്നു. ഈ പോകുന്ന ഈ 2 റോഡും തൊട്ടാപ്പട്ട വ്യൂ പോയിന്റിലേക്കുള്ള പാർക്കിംഗ് ഏരിയയിലാണ് വന്ന് ചേരുന്നത്. വിജനമായ റോഡിലൂടെ അതിരാവിലെ യാത്ര ഞങ്ങൾ തുടർന്നു. എതിർദിശയിൽ നിന്നും ഇതുവരെ ഒരു വാഹനങ്ങളും ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയിട്ടില്ല. പാർക്കിംഗ് ഫീസ് ഈടാക്കിയ സ്ഥലത്തു നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് തൊട്ടാപ്പട്ട വ്യൂ പോയിന്റിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ എത്തി. വാഹനം പാർക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് നടന്നാൽ വലതുഭാഗത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. ഒരാൾക്ക് 10 രൂപ വീതം ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ. ഞാൻ 2 ടിക്കറ്റ് എടുത്തു. നീലഗിരി പർവ്വതനിരകളിലെ ഏറ്റവും വലിയ പർവ്വതമാണ് തൊട്ടാപ്പറ്റ. ഈ മലയ്ക്ക് ചുറ്റും വനമേഖലയാണ്. ഊട്ടിയിൽ നിന്നും 9 കിലോമീറ്റർ മാറി ഊട്ടി കോട്ടഗിരി റോഡരികിലാണ് തൊട്ടാപ്പറ്റ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ പെടുന്നതാണ് ഈ പ്രദേശം.
ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ആനമുടിക്കും മീശപ്പുലിമലയ്ക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും വലിയ പർവ്വതമാണ് തൊട്ടാപെട്ട. മലയ്ക്ക് മുകളിൽ നിന്നാൽ ചാമുണ്ഡി പർവ്വതനിര കാണാനാകും. കന്നഡ ഭാഷയിൽ തൊട്ടാപെട്ട എന്നാൽ വലിയ മല എന്നാണ് അർത്ഥം. തൊട്ടാപെട്ട ജൈവ സമ്പുഷ്ടിക്ക് പേരുകേട്ട പ്രദേശമാണ്. നമ്മൾക്ക് നേരെ മുന്നിൽ കാണുന്ന ആ കെട്ടിടമാണ് ടെലസ്കോപ്പ് ഹൗസ്. ഇതിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെലസ്കോപ്പ് വഴി ഊട്ടിയുടെ നഗരഭാഗങ്ങൾ കാണാം. ഈ കാണുന്ന കൊച്ചു സ്റ്റീൽ ടണലിലൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു വ്യൂ പോയിന്റിലേക്കാണ് എത്തിപ്പെടുന്നത്. വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ഒത്തിരി പടവുകൾ കയറി നടന്ന് ക്ഷീണിച്ച് വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഊട്ടിയുടെ നഗരഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇടതുഭാഗത്തായി നീല നിറത്തിൽ കാണുന്ന ഹൈലാൻഡ് റേസ് ഹോൾസ് ആണത്. ഊട്ടി റേസ് ഹോൾസ് തമിഴ്നാട്ടിലെ നീലഗിരിയിലെ ഊട്ടിയിലെ ഒരു ഹൈലാൻഡ് റേസ് ഹോൾസാണ്. മലനിരകളിലെ വേനൽക്കാല റേസിങ്ങിനായി നിർമ്മിച്ച ഈ ഹോൾസ് സമുദ്രനിരപ്പിൽ നിന്നും 2268 മീറ്റർ ഉയരത്തിലാണ്. നഗരഹൃദയത്തിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഈ റേസ് ഹോൾസ് കിടക്കുന്നത്. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ്. നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകളെ ഏറ്റവും ആകർഷിക്കുന്ന സ്ഥലമാണ് ഇത്. ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം. ഊട്ട് ഖമണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്, അതായത് ഇപ്പോഴത്തെ ഊട്ടി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യയിൽ നീലക്കുറിഞ്ഞു പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. മടക്കയാത്രയിൽ ടെലസ്കോപ്പ് ഹൗസിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അവധിക്കാലം ആഘോഷിക്കാനായി കുടുംബവും കുഞ്ഞുങ്ങളുമൊത്ത് ഒത്തിരി പേർ ഇവിടെ വരുന്നുണ്ട്. ഈ നമ്മൾക്ക് മുമ്പിൽ കാണുന്ന ഈ ബോക്സിനകത്താണ് ടെലസ്കോപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ
ഇത് ഓപ്പൺ ചെയ്ത് സന്ദർശകർക്ക് കാണുവാനായി ലഭിച്ചിരുന്നു. ഇന്ന് ഇത് താഴിട്ട് പൂട്ടി സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് ഊട്ടി. ദൊട്ടാപ്പെട്ട വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഊട്ടിയിലെത്താം. ഇപ്പോൾ സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റെയർ കേസിലൂടെ ഞങ്ങൾ പതിയെ താഴോട്ടു നടന്നിറങ്ങി. കോണിപ്പടി ഇറങ്ങി നമ്മൾ ചൂട്ടിൽ എത്തുന്ന സമയത്ത് മുൻപിലായി കുറേ ചട്ടികളിൽ നിറയെ പൂച്ചെടികൾ വെച്ചിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയുള്ള പൂക്കൾ. സഞ്ചാരികൾ കുറച്ചധികം പേർ ഇപ്പോൾ എത്തിത്തുടങ്ങി. ഇവിടെ യാത്രക്കാരിൽ പകുതിയിലധികവും മലയാളികളെ കാണാൻ സാധിച്ചു. വർഷം തോറും നടത്തി വരാറുള്ള ഊട്ടി ഫ്ലവർ ഷോ എല്ലാ മെയ് മാസങ്ങളിലും 20 മുതൽ 24 വരെ തീയതികളിൽ നടത്തി വരാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് എന്ന മഹാമാരി കാരണം
ഈ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് വാഹനങ്ങൾ മാത്രമേ പാർക്കിംഗ് യാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മടക്കയാത്രയിൽ വാഹനങ്ങൾ അധികമായി, നിർത്തുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായി. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്.